എവിടെ പോവാ? എവിടെ പോ? ആരുടെ വീട്ടില്? അപ്പൊ ഇതാരുടെ വീടാ? ആരുടെ വീടാ ഇത്? ഗൈസ്, ഞങ്ങൾ രേഷ്മയുടെ വീട്ടിലേക്ക് പോവാ. പൊന്നു എവിടെ പോവാ? എവിടെയാ പോണേ? എവിടെയാ? അവിടെ ആരുടെ വീടാ? അമ്മയുടെ വീട്ടിലാ? എന്നിട്ടിപ്പോ നാളെ സ്കൂളില്ലേ? അപ്പൊ സ്കൂളില്ലേ നാളെ? അമ്മാവോട് പറഞ്ഞാ പോണേന്ന്? എന്താ പറഞ്ഞ അമ്മാവോട് പറഞ്ഞ പോണേന്ന്? പറ അറൂര് പോണേന്ന് പറ. അറൂര് പോണേന്ന് പറ. എവിടെ പോണേന്ന് പറ. അമ്മാവോട് പറ. ഇപ്പൊ പോവാണ് പറൂർക്ക്. നാളെ സ്കൂളില്ല, 3 ദിവസം അവധി അല്ലേ? അച്ചാച്ചനോട് പറഞ്ഞ പോണേന്ന്. അച്ചാച്ചനോട് പറഞ്ഞാ പോണേന്ന് പറ. തന്മി പോണേട്ടാ പറൂര്. ലാപ്ടോപ്പ് ഒക്കെ അവിടെ കൊണ്ടുപോകണം. ലാപ്ടോപ്പ് വർക്കുണ്ട് എനിക്ക്. ഭക്ഷണം കഴിച്ച് ഇന്നലെ എത്തിയപ്പോ ഭയങ്കരമായിട്ട് ലേറ്റ് ആയിപ്പോയി. രാത്രിയായി, ഉറങ്ങിപ്പോയി സത്യത്തിൽ. അതുകൊണ്ട് പിന്നെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഇതാണ് എൻ്റെ വീട്. ഓപ്പോസിറ്റ് ഒരു കുഞ്ഞമ്പലമുണ്ട്, കുടുംബക്ഷേത്രമാണ്, ഒരമ്പലമുണ്ട്. പിന്നെ 2018 ഇവിടെ ഫുള്ള് വെള്ളം വന്ന സ്ഥലമാണ് കേട്ടോ. ഫുൾ വെള്ളം വന്നെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയതെന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ വീട് പഴയ വീടുകളായതുകൊണ്ട് തറപ്പൊക്കം കുറവായതുകൊണ്ട് അങ്ങനെയുള്ള 2-3 വീടുകളിലൊക്കെ അകത്ത് കയറിയെന്ന് വെച്ചാൽ അകത്തിൻ്റെ ഒരു ഹാഫ് വരെ വെള്ളം കയറി. സോഫ അങ്ങനത്തെ കട്ടിലേക്ക് അത്രയും പൊക്കത്തിൽ വെള്ളം കയറിയില്ല, എന്നാലും വെള്ളം കയറിയ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ അല്ലെങ്കിലും മഴയത്ത് വെള്ളം കിട്ടും. അടുത്ത മഴയത്ത് കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഹൈവേ വരുന്നത് ഇവിടെയാണ്, ഉണ്ടോ ഹൈവേ. ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട് ഏരിയ. പിന്നെ എന്താ പറയണ്ടേ, ഇത് ഇങ്ങനെ തറയൊന്നുമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം കയറിയപ്പോൾ പൊക്കി ഇപ്പൊ 2 അടിയോളം മണ്ണിട്ട് നിറച്ചേക്കുക. പിന്നെ അമ്മയുടെ കുറേ ചെടികളുണ്ട്, എല്ലാം നശിച്ചു പോയി എന്ന് പറഞ്ഞു. പണ്ട് അമ്മയ്ക്ക് കുറേ ചെടികളുണ്ടായിരുന്നു, കുറേ എല്ലാം പോയി. കുറച്ച് ഇവിടെ എങ്ങാണ്ടൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ കാണിച്ചു തരാം. കുറച്ച് പക്ഷെ എല്ലാം പോയി ഉണ്ടോ. അമ്മയ്ക്ക് കുറേ ചെടികളുണ്ടായിരുന്നു. ഇതിപ്പോൾ അമ്മ മറ്റേ മാംഗോസ്റ്റിൻ കുരു ഇട്ടിട്ട് വളർന്നു വന്നേക്കുന്നതാ. 4 എണ്ണം പിടിച്ചിട്ടുണ്ട്. അമ്മ ഇങ്ങനെ വളർത്തു വന്നിട്ട് ഞങ്ങൾക്ക് തരും. ഇവിടെ സ്ഥലമില്ലല്ലോ. സ്ഥലമില്ലാത്തല്ല മെയിൻ കാരണം. എനിക്ക് തോന്നുന്നത് ഇത് റംബൂട്ടാനാണെന്ന് തോന്നുന്നു. റംബൂട്ടാൻ്റെ തൈയാണെന്ന് തോന്നുന്നത് അല്ലേ? അമ്മേനോട് വെച്ചാലേ കറക്റ്റ് അറിയുള്ളൂ. അമ്മ ആപ്പിൾ വരെ നട്ടു നോക്കിയിട്ടുണ്ട്. ഇതങ്ങനെ തന്നെ അമ്മ നട്ടതാ ഫാഷൻ ഫ്രൂട്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടുണ്ട്. കാരണം ഇവിടെ നട്ട് കഴിഞ്ഞാൽ വെള്ളം കയറി എല്ലാം പോകുമല്ലോ. ഇതും അങ്ങനെ എന്തൊരു സാധനമാണ്. എന്താണെന്ന് അമ്മയ്ക്കൊക്കെ അറിയാൻ പറ്റുള്ളൂ. അമ്മ ഇങ്ങനെ തന്നെ എല്ലാത്തിൻ്റെ സീഡ് കുഴിച്ചിട്ടുണ്ടാക്കുന്നത്. എന്തൊക്കെയാന്ന് അറിഞ്ഞതാ. ഞങ്ങളുടെ ബാക്കിലേക്കൊക്കെ നമുക്ക് പിന്നെ കാണാം. ഇത് ഇരുമ്പമ്പുളി. ഇതും അമ്മ ഞങ്ങളോട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ടുപോകാം. അതെങ്ങനെ നിർത്തിയേക്കുക. കാരണം ഇവിടെ എന്ത് നട്ടിട്ടും കാര്യമില്ല. കാരണം ഒരു വെള്ളപ്പൊക്കം വരുമ്പോ എല്ലാം പോകും. പൊളിച്ച് പൊക്കി പണിയണം ശരിക്കും അല്ലേ? വീടിന്റെ തറയൊക്കെ അല്ലേ? പണിയണം. അതൊക്കെ ആകെ ഇതായി കിടക്കുവാണ്. ബാക്കൊക്കെ ആകെ വെള്ളം കയറി ആകെ തൊഴുത്. അമ്മയുടെ മുളകും തൈ പണ്ട് ഈ ഒരു മുളകും തൈ ഉണ്ടായിരുന്നു, നിറച്ചിങ്ങനെ തന്നെ വയറ്റുണ്ടായത്. ഇതിപ്പോൾ ഉണ്ടായി ലാസ്റ്റത്തെ കേട്ടോ. കാരണം ചെടി ആകെ പോയി. എന്നിട്ട് ലാസ്റ്റത്തെയാണിത്.
പിന്നെ അവിടെ ഒരു പ്ലാവൊക്കെ ഉണ്ട്. ആ പ്ലാവ് ഇങ്ങനെ ഉണ്ടാവും. മഴക്കാലം വരുമ്പോൾ അമ്മ ഫുള്ളും മണ്ണൊക്കെ ഇട്ട് സംരക്ഷിക്കും. അങ്ങനെ സംരക്ഷിച്ചൊരു പ്ലാവുണ്ട്. ഇടയ്ക്ക് ചക്ക കിട്ടും. പിന്നെ മാവുണ്ട്. മാവ് പിന്നെ ഇതുവരെ നമ്മളെ ചതിച്ചിട്ടില്ല. ഏത് മഴയത്തും മാങ്ങ പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ആ വിത്തിൻ്റെ തന്നെ ചെടിയാണെന്ന് തോന്നുന്നു. കാന്താരില്ലേ, വൈറ്റ് കാന്താരി. പിന്നെ കോമണായിട്ട് കുറച്ച് മഞ്ഞളൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ. എല്ലാം നശിച്ചു പോയി, വെള്ളം കയറുന്നോണ്ടേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു സിമ്പിൾ കുഞ്ഞു വീട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഹോം വീഡിയോ റൂമൊന്നും കഴിക്കാനില്ല. കുഞ്ഞു വീടല്ലേ. അപ്പോൾ നമുക്ക് പിന്നെ കാണാം.